ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. ഏത് ടോപ്പിക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ? ഒരു 3-4 ക്ലാസ് നമ്മൾ കൊണ്ടുപോയത്. ഏതായിരുന്നു ടോപ്പിക്ക്? കോർഡിനേറ്റ്സ് അല്ലേ, സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടതാണ് അല്ലേ. ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ് സോളിഡ്സ്, ഘനരൂപങ്ങൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്നാണ് നമ്മൾ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ നമ്മൾ സയൻസിൽ പഠിക്കുന്ന ഒരു സോളിഡ് ഉണ്ട്. ഇവിടെ അതല്ല. മാത്തമാറ്റിക്സിൽ നമ്മൾ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഘനരൂപങ്ങളാണ്. There are different types of solids. പല രീതിയിലുള്ള, പല രൂപത്തിലുള്ള സോളിഡ് ഘനരൂപങ്ങളുണ്ട്. ഈ ഘനരൂപങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സോളിഡ്സ് എന്ന് പറയുമ്പോൾ they are 3-dimensional figures അല്ലെങ്കിൽ ഷേപ്സ്. 3D ഫിഗേഴ്സ് അല്ലെങ്കിൽ ഷേപ്സിനെയാണ് നമ്മൾ സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങൾ എന്ന് പറയാം. ഈ 3-dimensional എന്ന് പറയുമ്പോൾ ഇറ്റ് ഓക്യുപ്പൈ എ സ്പേസ്, അതായത് ഇരിക്കാൻ, അതല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് വെക്കാൻ നമുക്ക് ഒരു സ്പേസ് കുറച്ച് ആവശ്യമുള്ള ഷേപ്സിനെയാണ് നമ്മൾ അങ്ങനെയും പറയാം. 3D ഷേപ്സ് അല്ലെങ്കിൽ സോളിഡ്സ് ഓക്യുപ്പൈ സ്പേസ്, അതിന് വെക്കാൻ അല്ലെങ്കിൽ ഇരുത്താൻ അല്ലെങ്കിൽ അതൊരു എവിടെയെങ്കിലും ഒന്ന് എന്താ പറയുക സ്ഥാപിക്കാനായിട്ട് അതിന് കുറച്ച് സ്പേസ് ആവശ്യമുണ്ട്. അത്തരം രൂപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഈ സോളിഡ്സിനെ കുറിച്ചിട്ട് എന്താ പറയുക, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ സോളിഡ്സ് രൂപങ്ങൾ എങ്ങനെ ഇരിക്കുന്നതാണ്, അതെന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കാൽക്കുലേഷൻസ്, ലാറ്ററൽ സർഫസ് ഏരിയ, പാർശ്വതല പരപ്പളവ് അല്ലെങ്കിൽ വക്രതല പരപ്പളവ്, അതായത് അതിൻ്റെ വശങ്ങളിലുള്ള പരപ്പളവ് എന്നർത്ഥം. അതോടൊപ്പം തന്നെ ഉപരിതല പരപ്പളവ്, അതായത് ടോട്ടൽ സർഫസ് ഏരിയ. പിന്നെ അതിൻ്റെ വോളിയം മീൻസ് എന്താ പറയുക, നമ്മൾ അതിനകത്ത് ആ ഒരു ഷേപ്പ്, ആ രൂപത്തിലുള്ള ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബോട്ടിൽ അല്ലെങ്കിൽ എന്താ പറയുക ബോക്സ്, ക്യൂബിൻ്റെ ഷേപ്പിലുള്ളത്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാൻ പറ്റും അല്ലേ. വാട്ടർ ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം, അതിൻ്റെ വ്യാപ്തം, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ എന്താണ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, അതിൻ്റെയൊക്കെ രൂപം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളിഡ്സ് ഏതൊക്കെ വരും എന്ന്. അപ്പോൾ കുറച്ചൊക്കെ നമുക്കൊന്ന് വരച്ച് നോക്കാം. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പുതിയത് പഠിക്കാം. ഫസ്റ്റ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്ന ആദ്യത്തെ ഷേപ്പാണ് ഇറ്റ്സ് എ ക്യൂബ്. ഒരു ക്യൂബാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യൂബുകൾ പല സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട സാഹചര്യം വരാറുണ്ട് അല്ലേ. സ്നേക്ക് ആൻഡ് ലാഡർ, പാമ്പും കോണിയും കളിക്കുമ്പോൾ നമ്മൾ ഒരു ഡൈസ് ഉണ്ട് അതിനകത്ത്. അത് എന്താ പറയുക, നമ്മളത് കയ്യിലിട്ടിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് എറിഞ്ഞിട്ടാണ് അതിനകത്ത് നിന്ന് പോയിന്റുകൾ നോക്കി പോകുക. അപ്പം അതൊരു ക്യൂബ് ഷേപ്പാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ്സ് എല്ലാം, അതിൻ്റെ എഡ്ജസ് എല്ലാം, വക്കുകളെല്ലാം തന്നെ ഒരേ അളവിലാണ് അത് ക്യൂബ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെയുള്ളതാണ് മറ്റൊന്നും റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, എല്ലാ സൈഡ്സിലും ഒരേ ഫേസസിൽ വരുന്ന കളേഴ്സ് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റുബിക്സ് ക്യൂബ്, അതും ക്യൂബ് ഷേപ്പിലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ എഡ്ജസ് എല്ലാം തന്നെ ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇപ്പോൾ 1 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ എഡ്ജസ് വക്കുകളെല്ലാം തന്നെ ഒരേ അളവിലുള്ളതാണ് ആണെങ്കിലാണ് അത്തരം ഒരു ബോക്സ് രൂപത്തിലുള്ള സംഭവത്തെയാണ്, ഷേപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യൂബ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ക്യൂബാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ക്യൂബ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഏകദേശം നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ്സ് എ ക്യൂബ്. നമുക്ക് ആ റുബിക്സ് ക്യൂബൊക്കെ കളിക്കുന്ന അതിൽ എല്ലാ എഡ്ജസും, എല്ലാ വക്കുകളുമാണ്. വക്കുകൾ എന്ന് പറയുമ്പോൾ എഡ്ജസ്. ഇത് നോക്കിയേ, ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത്ത് ആൻഡ് ബ്രെഡ്ത്ത് ഒക്കെ സെയിം ആയിരിക്കണം. ഇത് ഹൈറ്റ്. അപ്പോൾ ഒരു ക്യൂബ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ എഡ്ജസും ഈക്വൽ ആണെങ്കിൽ അതിനെ മാത്രമേ നമ്മൾ ക്യൂബ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതൊരു സോളിഡാണ്. ഇത് ഒരു ബോക്സ് രൂപത്തിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. അത് ഒരു ക്യൂബ് എന്ന് പറയുന്നത് ഒരു സോളിഡാണ്. മറ്റൊന്നാണ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ആദ്യത്തെ ഫിഗറിൽ നിന്ന് അല്ലെങ്കിൽ ഷേപ്പിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ദീർഘ ചതുരത്തിന്റെ ആകൃതിയിൽ വന്നിട്ട് ബോക്സ് ആക്കിയിരിക്കുകയാണ്.
നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, കുട്ടികൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ അതിന് നല്ലൊരു ഉദാഹരണമാണ്. സൈഡൊക്കെ ഒത്തിരി അതിന്റെ വെർട്ടെക്സ് ഒക്കെ ഇത്തിരി കർവ് ചെയ്തിരിക്കുന്നുണ്ടാവും, പക്ഷെ ആ രൂപത്തിൽ നോക്കുമ്പോൾ അതൊക്കെ ഈ ഒരു ഷേപ്പിലാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുറത്തുനിന്ന് ഒരുപാട് കൊണ്ടുവരുന്ന കാർഡ്ബോർഡ് പെട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഒരു ക്യൂബോയിഡിന്റെ ഷേപ്പിലാണ്. ഇത് ക്യൂബാണ്, ക്യൂബ്, ഇത് ക്യൂബോയിഡ്, ചതുരസ്തംഭം, ചതുരസ്തംഭം, ആൻഡ് ഇത് ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ എല്ലാ സൈഡും ഈക്വൽ അല്ല. ഇത് ഇവിടെ എല്ലാ വക്കുകളും ഈക്വൽ ആണ്, എല്ലാ സൈഡ്സും. അതിന്റെ ലെങ്ത് ആയിക്കോട്ടെ, ബ്രെഡ്ത്ത് ആയിക്കോട്ടെ, അതിന്റെ ഹൈറ്റ് ആയിക്കോട്ടെ, എല്ലാം ഈക്വൽ ആയതുകൊണ്ട് അതിനെ ക്യൂബ് എന്ന് പേരിട്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇതിന്റെ എഡ്ജസിന് പ്രത്യേകതയുണ്ട്. ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ട, ലെങ്ത് ഇതെങ്ങനെ ദീർഘചതുരം, ദീർഘചതുരം എന്ന് കേട്ടില്ലേ, റെക്ടാങ്കിൾ ഷേപ്പിലാണ് അതിന്റെ എന്ത് വരിക, താഴെയും മുകളിലും ഒക്കെ ഉള്ള ഫേസസ് വരിക. താഴെയും മുകളിലുള്ള ഫേസസ് റെക്ടാങ്കിൾ ഷേപ്പ്. ദാറ്റ് മീൻസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഡിഫറെന്റ് ആയിരിക്കാം. അതോടൊപ്പം തന്നെ ഹൈറ്റ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ മാച്ച് ബോക്സ്, ഇതൊക്കെ നമുക്ക് ക്യൂബോയിഡിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. അപ്പൊ അതും ഒരു സോളിഡ് രൂപമാണ്. ഏതാണത്? ചതുരസ്തംഭം എന്ന് പറയുന്നത് ഒരു ക്യൂബോയിഡ് രൂപമാണ്. മറ്റൊന്നാണ് ഈ ഒരു ഷേപ്പ്, കണ്ടിട്ടുണ്ടോ എന്ന് നോക്കാം നിങ്ങൾ. ഇത് ഈ ഷേപ്പ്, ഇതിനെ എന്തെന്ന് വിളിക്കും നമ്മൾ? ഇറ്റ്സ് ദ ഫോം ഓഫ് സിലിണ്ടർ. ഇതിനെ നമുക്കൊരു സിലിണ്ടർ രൂപം, വൃത്തസ്തംഭം എന്ന് വിളിക്കാം. സിലിണ്ടർ, സിലിണ്ടർ ഓർ വൃത്തസ്തംഭം. ഓക്കെ, ഇതൊരു വൃത്തസ്തംഭമാണ്. ഇതിന്റെ പ്രത്യേകത നോക്കിയേ, ഇതിന്റെ അടിയിലും മുകളിലും, അതായത് 2 ഫേസസ്, നമ്മൾ ആ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന ആ ഒരു താഴെയുള്ള ബേസ് എന്നാണ് നമുക്ക് അതിനെ പറയാം. ആ ബേസിന്റെ ഷേപ്പ് സർക്കിൾ രൂപത്തിൽ വരും. അടിയിലും മുകളിലും 2 എൻഡ് ഫേസസ്, അടിയിലത്തെ മുകളിലത്തെ ബോട്ടം ആൻഡ് ടോപ്പ് ഫേസസ് സർക്കുലർ ഷേപ്പിൽ ഉള്ള ഒരു സോളിഡ് ആണ് എന്തെന്ന് വിളിക്കുക നമ്മൾ? സിലിണ്ടർ ഓർ വൃത്തസ്തംഭം എന്ന് വിളിക്കുക. ഇനി ഇത് എന്ന് പറയുന്നതും ഒരു ഘനരൂപമാണ്, ഒരു സോളിഡ് രൂപമാണ്. ഇതിനെ നമുക്ക് എക്സാമ്പിൾസ് എന്താ എവിടെ കാണാൻ പറ്റുക? ഇങ്ങനെ ഒരു സ്തംഭത്തിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ, അതിന്റെ ഒരു ഷേപ്പ് ഏകദേശം അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പില്ലേഴ്സ്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന തൂണുകൾ അല്ലെ, വീടുകളുണ്ടോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പില്ലർ ഉണ്ടാക്കണം, തൂണുകൾ. ആ തൂണുകൾക്ക് ഈ സിലിണ്ടറിന്റെ ഷേപ്പാണ്. അപ്പോൾ ഇതും ഒരു തരത്തിലുള്ള സോളിഡ് ഷേപ്പാണ്. അപ്പൊ സോളിഡുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു പ്രത്യേക സ്പേസ് ആവശ്യമുള്ളത്, 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഫിഗേഴ്സ് അല്ലെങ്കിൽ ഷേപ്സ്, ഇവയൊക്കെയാണ് ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് സോളിഡ്സ് എന്ന് പറയും. ഇനിയും ഒരുപാട് സ്തൂപികകൾ പോലത്തെ ഉണ്ട്, ഘനരൂപങ്ങൾ തന്നെ സ്തൂപികകൾ പോലെയുണ്ട്, അതായത് പിരമിഡുകൾ പോലെയുള്ള ഷേപ്പിലുള്ളത്. അതൊക്കെ നമുക്ക് ഇതിനകത്ത് പെടുത്താവുന്നതാണ്. നോക്കാം, ഇവിടെ സ്തൂപികകൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് ഒരു റെക്ടാങ്കുലർ ഷേപ്പില് വരച്ചിട്ട് പോകുന്നതാണ്. ഇതും അതെ, ഇതിന് താഴെ ഒരു സ്ക്വയർ ഷേപ്പാണ്, സ്ക്വയർ പിരമിഡ് എന്ന് വിളിക്കും നമ്മളതിനെ. സ്ക്വയർ പിരമിഡ്, സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ്. അപ്പൊ ഇതും മറ്റൊരു ഘനരൂപം തന്നെയാണ്. ഇതിനും ഇത് എന്താ പറയാ, അടിയിൽ ഒരു സ്ക്വയർ ഷേപ്പ്, മുകളിലേക്ക് 4 എന്താ പറയാ ഐസോസിലസ് ട്രയാങ്കിൾസ് യോജിപ്പിച്ചിട്ട് നമുക്ക് എടുത്തിരിക്കുന്ന ആ 4 ഐസോസിലസ് ട്രയാങ്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു ദ സൈഡ് ഓഫ് ദാറ്റ് സ്ക്വയർ. ആ സ്ക്വയറിന് ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾ വരുന്ന ഒരു വശവും മറ്റു 2 വശങ്ങളും എന്താ പറയാ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഐസോസിലസ് ആയിട്ടുള്ള 4 ട്രയാങ്കിൾസ് ചേർത്ത് വെച്ച ഒരു രൂപം, അത് ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്ന രൂപത്തിൽ വരും. മറ്റൊന്നുണ്ട് കോൺ, അതായത് നമ്മളുടെ ഇതിന് ഉദാഹരണം നമുക്ക് നോക്കാം. എന്താണ്? ഇതൊരു കോൺ ഷേപ്പിലുള്ളതാണ്. നമ്മളുടെ എന്താ പറയാ ഐസ്ക്രീമിന്റെ കോൺ അല്ലെ, ഐസ്ക്രീം കോൺ, അത് ആ കോണിന് ഒരു എക്സാമ്പിൾ ആണ്. കോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും, വൃത്തസ്തൂപിക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പിന്നെ മാത്രമല്ല നമ്മളുടെ എന്താ പറയുക, ജോക്കേഴ്സ്, നമ്മൾ ചിരിപ്പിക്കുന്ന ആളുകളാണല്ലോ ജോക്കേഴ്സ് എന്ന് പറയുന്നത്. ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജോക്കേഴ്സിന്റെ തലയിൽ വെക്കുന്ന അവരുടെ തൊപ്പി, അല്ലെങ്കിൽ ക്ലൗൺസിന്റെ ഒക്കെ തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു തൊപ്പി, ആ ഒരു ഷേപ്പിൽ. നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, ബർത്ത്ഡേക്ക് ഇപ്പോൾ എല്ലാവരും കേക്ക് കട്ടിങ്ങിനൊക്കെ നമ്മൾ തലയിൽ വെക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഷേപ്പിലാണ്. ഇതാണ് കോൺ, അല്ലെങ്കിൽ എന്താ വിളിക്കുക നമ്മൾ വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ സോളിഡ് രൂപം, ഘനരൂപങ്ങൾ, സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്ന രൂപങ്ങളാണ്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഓരോന്നായിട്ട് വിശദീകരിച്ച് പഠിക്കാം. ഇതിന്റെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പുതിയതായിട്ട് പഠിക്കണ്ടേ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ രൂപങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഉണ്ട് സ്ഫിയർ, ഉണ്ട് ഗോളം അല്ലെ, നമ്മൾ ഷോർട്ട് പുട്ട് എറിയുന്ന ആ ഒരു വലിയത്, ഫുട്ബോൾ, അതൊക്കെ ഇതിന് ഉദാഹരണങ്ങൾ തന്നെയാണ്. സ്ഫിയേഴ്സും ഇതുപോലെ തന്നെയുണ്ട്. അപ്പൊ ഇത്തരം ഓരോ ഫിഗറുകളും ഇതെങ്ങനെയാണ് ഇതിന്റെ മറ്റ് പല കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എന്താണ് പഠിക്കാൻ പോകുന്നത്? ക്യൂബും ക്യൂബോയിഡൊക്കെ അതിന്റെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്കൊരു ക്യൂബ്,
ക്യൂബ് നമ്മൾ പറഞ്ഞു ക്യൂബിന്റെ എല്ലാ എഡ്ജസും എല്ലാ സൈഡും അല്ലെങ്കിൽ എഡ്ജസ് എന്ന് പറയാം, വക്കുകൾ എന്ന് പറയാം നമുക്ക്. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും, ദാറ്റ് മീൻസ് അടിയിലും മുകളിൽ ഏത് ഫേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് നോക്കിയാൽ ക്യൂബിന് എത്ര ഫേസ് ഉണ്ട് ഒക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കും നമുക്ക്. ഒരു ക്യൂബ് അല്ലെങ്കിൽ ക്യൂബോയിഡ് ഇതിനൊക്കെ എത്ര ഫേസ് ഉണ്ടെന്ന് നോക്കുക, എത്ര മുഖങ്ങൾ ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കാം നിങ്ങൾ. അടിയിലും മുകളിലും ഒന്നും 2, പിന്നെ ഈ 2 സൈഡില് 3, 4, പിന്നെ ഇപ്പുറത്തും അപ്പുറത്തും അപ്പൊ 6, മൊത്തം 6 സൈഡുകളാണ്, 6 ഫേസസ് ആണ് നമ്മളുടെ ഈ ക്യൂബിനുള്ളത്. ഒരു ക്യൂബിന് 6 ഫേസസ് എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ലാൻഡ് ചെയ്യിപ്പിക്കുമ്പോൾ അതിങ്ങനെ വെക്കുമ്പോൾ നമ്മളത് പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും ഉള്ള ഭാഗങ്ങളിനെയാണ് നമ്മൾ പാർശ്വതലം ലാറ്ററൽ സർഫസ് എന്ന് വിളിക്കുക. ലാറ്ററൽ എന്ന് വെച്ചാൽ പാർശ്വത്തിലുള്ള വക്രത്തിലുള്ള ആ വളഞ്ഞ 1, 2, 3, 4 സ്ക്വയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടമിൽ 2 സ്ക്വയേഴ്സും കാണാൻ സാധിക്കും. ഇങ്ങനെ 6 ഫേസസ് ആണ് ഒരു ക്യൂബിനുള്ളത്. ഈ ക്യൂബിന്റെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം, എങ്ങനെയാണ് അത് ചെയ്യാമെന്ന്. ഒന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യൂബിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോളിഡ് രൂപങ്ങളുടെ എന്താ പറയുക ലാറ്ററൽ സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ക്യൂബാണ്, ക്യൂബിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ വക്രതല പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏത് ഒരു സോളിഡ് ആയാലും അതിന്റെ വക്രതല പരപ്പളവ് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ് പെരിമീറ്റർ ഇതിന്റെ താഴെയുള്ള ബേസ് എന്ത് ഷേപ്പ് ആണെന്ന് നോക്കുക, അതിന്റെ പെരിമീറ്റർ എടുക്കുക. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്ക്വയർ ഷേപ്പ് ആണ് അല്ലെ, ബേസിന്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ആണ്. അപ്പൊ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്താണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സ്ക്വയർ ആയതുകൊണ്ടും ഇതിന്റെ എല്ലാ വക്കുകളും തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, എല്ലാ വക്കുകളും തുല്യമാണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സൈഡ് നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും എ തന്നെയാണ്, എല്ലാ വക്കുകളും എ തന്നെയാണ്. ആൻഡ് ഓൾസോ ദ ഹൈറ്റും നമ്മളിവിടെ എ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയാ ക്യൂബിന്റെ LSA വക്രതല പരപ്പളവ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് അതിന്റെ പാദ ചുറ്റളവ്, ബേസ് പെരിമീറ്റർ, പാദ ചുറ്റളവാണ് ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം. ഇത് എന്നിട്ട് ഏത് ഒരു സോളിഡ്സിന്റെ വക്രതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയത്. സോളിഡ്സിന്റെ വക്രതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. വോളിയം കാണാൻ ഇക്വേഷൻ ഉണ്ട്. വോളിയം എന്ന് വെച്ചാൽ ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും, ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു സ്തംഭം തന്നിരിക്കുകയാണ്, എന്നിട്ട് ആ ഒരു സോളിഡിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും, അല്ലെങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളും, അല്ലെങ്കിൽ ഓയിൽ കൊള്ളും, അല്ലെങ്കിൽ എത്ര ഇത് നിറയ്ക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ വോളിയം ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് വോളിയം കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് വിളിക്കും. വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമ്മൾ അത് തന്നിരിക്കുന്ന രൂപം ഏത് ഷേപ്പാണ് അതിന്റെ ബേസ് എന്ന് നമുക്കറിയണം. ബേസ് അറിഞ്ഞാലാണ് ബേസിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷനും അതുപോലെ തന്നെ ബേസിന്റെ ഏരിയയും കാണാനുള്ള ഇക്വേഷൻസ് നോക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ വക്രതല പരപ്പളവ് ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം, വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് സോളിഡ്സ് തന്നു കഴിഞ്ഞാൽ സോളിഡ്സിന്റെ വോളിയം അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിന്റെ ഇക്വേഷൻ. LSA എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ. ഷോർട്ടിൽ എഴുതിയതാണ് വക്രതല പരപ്പളവ് എന്നോ പാർശ്വതല പരപ്പളവ് എന്നോ നമുക്ക് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. വക്രം എന്ന് വെച്ചാൽ വളഞ്ഞിങ്ങനെയുള്ളത്, ആ ഒരു ഇങ്ങനെ നമ്മൾ ചുറ്റുമുള്ളതിനെയാണ് നമ്മൾ വിളിക്കുക. പാർശ്വം എന്ന് പറഞ്ഞാൽ വശങ്ങളിലുള്ളത് എന്നർത്ഥം. വോളിയം മീൻസ് അതിനകത്ത് എന്താ പറയുക, നമുക്ക് നിറയ്ക്കാൻ പറ്റുന്ന ഒരു ഏത് മെഷർമെന്റിന്റെയും ഇത് ആണ് വോളിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്യൂബാണ്. ഒരു ക്യൂബ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ക്യൂബിന്റെ എന്താ പറയാ എഡ്ജസ്, അതായത് ഓരോ എഡ്ജസും, ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ എല്ലാ എഡ്ജസും ഈക്വൽ ആണ്. അതിന്റെ ഒരു എഡ്ജ് 8 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുകയാണ്. 1
എഡ്ജ്, ദാറ്റ് മീൻസ് എ. ഇവിടെ ഞാൻ എ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, എല്ലാ സൈഡിനും എ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. എന്താണ് ഇതിന്റെ വോളിയം അല്ലെങ്കിൽ ഇതിന്റെ LSA, ലാറ്ററൽ സർഫസ് ഏരിയ കാണണം, അല്ലെങ്കിൽ അതിന്റെ വോളിയം കാണണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാറ്ററൽ സർഫസ് ഏരിയയും വോളിയം ഒക്കെ കണ്ടുപിടിക്കണം ഏതിന്റെ, ഈ ക്യൂബിന്റെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊരു സോളിഡ് ആണ്, സോളിഡ് ഷേപ്പ് ആണ്, അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ LSA, വക്രതല പരപ്പളവ് ആദ്യം കാണണം. വക്രതല പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആണ് തൊട്ട് മുന്നിൽ നമ്മൾ എഴുതിയത്. എന്തായിരുന്നു ഇക്വേഷൻ? വക്രതല പരപ്പളവ് കാണാൻ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ആണ് ഷോർട്ടാക്കി BP എന്ന് എഴുതി വെച്ചേക്കണേ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ബേസിന്റെ പെരിമീറ്റർ, ഇത് ബേസ് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഭാഗം എങ്ങോട്ട് തിരിച്ചു വെച്ചാലും ഇറ്റ് ബിക്കംസ് എ സ്ക്വയർ. അതൊരു സ്ക്വയർ ഷേപ്പ് ആണ്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും ഈക്വൽ ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ്. അപ്പോ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് കാണേണ്ടത്. സ്ക്വയറിന്റെ പെരിമീറ്റർ എങ്ങനെയാ കാണാ? സ്ക്വയറിന്റെ പെരിമീറ്റർ, അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് പെരിമീറ്റർ ഓഫ് സ്ക്വയർ, പെരിമീറ്റർ ഓഫ് സ്ക്വയർ, സമചതുരത്തിന്റെ ചുറ്റളവ്. സമചതുരത്തിന്റെ ചുറ്റളവ് അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലാ ഈ ഒരു സംഭവം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. സമചതുരത്തിന്റെ ചുറ്റളവും അതുപോലെ തന്നെ പരപ്പളവും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഏരിയയും പെരിമീറ്ററും ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ, LSA കാണണമെങ്കിൽ ബേസ് പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ അറിയണം, സമചതുരത്തിന്റെ ചുറ്റളവ് അറിയണം. എന്താണ് സമചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ ഇക്വേഷൻ? 4A എന്നാണ്. 4 ഇൻറ്റു A എന്നാണ്. 4 ഇൻറ്റു A, ദാറ്റ് മീൻസ് ഇവിടെ 4 ഇൻറ്റു 8. 4 ഇൻറ്റു 8 എത്രയാ? 32 സെന്റിമീറ്റർ സ്ക്വയർ. LSA എന്നാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് കാണേണ്ട അവസ്ഥയിലൊക്കെ നമുക്ക് ആ യൂണിറ്റ് ഓഫ് മെഷർമെന്റിന് എന്ത് ചെയ്യണം? സ്ക്വയർ എന്നിടണം. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ നേടണം. മീറ്റർ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എങ്കിൽ മീറ്റർ സ്ക്വയർ നേടാം. ഇവിടെ പരപ്പളവ് നമുക്ക് 32 സെന്റിമീറ്റർ സ്ക്വയർ എന്ത് കിട്ടി? സമചതുരത്തിന്റെ ചുറ്റളവ് 32 സെന്റിമീറ്റർ കിട്ടി. 32 സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ ചുറ്റളവ്. ചുറ്റളവാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ LSA കാണണമെങ്കിൽ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ ആണ് ഓൾറെഡി നമുക്ക് കിട്ടിയത് 32 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റും അത് തന്നെയാണ്, ക്യൂബ് ആണല്ലോ. ക്യൂബ് ആകുമ്പോൾ എല്ലാ എഡ്ജസും ഈക്വൽ ആയതുകൊണ്ട് ഹൈറ്റ് 8 ആണ്. അപ്പൊ നമ്മൾ 8 എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വക്രതല പരപ്പളവ് കിട്ടുന്നു. വക്രതല പരപ്പളവ് അല്ലെങ്കിൽ LSA കിട്ടുന്നു. LSA നമുക്ക് BP എന്ന് പറഞ്ഞാൽ ബേസ് പെരിമീറ്റർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബേസ് പെരിമീറ്ററിനകത്ത് പെരിമീറ്ററിൽ സെന്റിമീറ്റർ സ്ക്വയർ വേണ്ട, പെരിമീറ്ററിൽ സെന്റിമീറ്റർ എടുത്ത് ഏരിയ കാണുന്ന സ്ഥലത്താണ് ഏരിയക്ക് സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്നും വോളിയത്തിന് സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്. തന്നിരിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്താണോ അതിൻ്റെ കൂടെ ക്യൂബ് ചേർത്താണ് നമ്മൾ വോളിയം എഴുതേണ്ടത്. ഏരിയ എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ നമ്മൾ സ്ക്വയർ വെച്ച് അതിനെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എഴുതണം. ഇവിടെ നമുക്ക് പെരിമീറ്റർ ആയിരുന്നു, പെരിമീറ്ററിലാണ് ഞാൻ ബൈ മിസ്റ്റേക്ക് ആണ് അവിടെ 2 എഴുതിയത്. 32 സെന്റിമീറ്റർ ആണ്. അപ്പൊ 32 ഇൻറ്റു ഹൈറ്റ് 8 ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 ഇൻറ്റു 8 16, ബാലൻസ് 1 ഉണ്ട്. 3 ഇൻറ്റു 8 24, 24 ഒന്നും 25 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയറിൽ എഴുതണം. ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർമെന്റ് വൺ സൈഡ് 8 സെന്റിമീറ്റർ എന്നായിരുന്നു. അതുകൊണ്ട് 8 സെന്റിമീറ്റർ നമ്മൾ ഹൈറ്റും എടുത്തു. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര കിട്ടി? 256 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ക്യൂബിന്റെ വക്രതല പരപ്പളവ് LSA എന്ന് കിട്ടി. ആൻഡ് ഇൻ ദ സെയിം ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് വോളിയം കൂടി കണ്ടുപിടിക്കണമെങ്കിലോ വോളിയം കാണണം. തൊട്ട് മുന്നിൽ ഞാൻ ഇക്വേഷൻ എഴുതിയല്ല, വോളിയം ഓഫ് ദിസ് പ്രിസം, ഈ ഒരു സോളിഡിന്റെ വോളിയം കാണണം. എന്തായിരുന്നു ഇക്വേഷൻ എഴുതേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ബേസ് ഏരിയ ഷോർട്ടാക്കി എഴുതിയതാണ് BA. അത് BP എന്ന് കൊടുത്തത് ബേസ് പെരിമീറ്റർ ആണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്ക് നോക്കാം ബേസ് ഏരിയ. അപ്പൊ നമ്മൾ വീണ്ടും അറിയണം, ഓരോന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എല്ലാം തന്നെ നേരെ തന്നെ തന്നിട്ടുണ്ടാവില്ല. ഇവിടെ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് നമ്മൾ ബേസ് പെരിമീറ്റർ കണ്ടുപിടിച്ചു. ആ ബേസിന്റെ ഷേപ്പ് എന്താണെന്ന് നോക്കിയിട്ട് വേണം അതിന്റെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഓരോ ഫിഗർ, ഓരോ സോളിഡുകളും നിങ്ങൾ നോക്കുമ്പോൾ ബേസ് എന്ത് ഷേപ്പാണ് എന്ന് നോക്കുക. ബേസിന്റെ ഷേപ്പ് എന്താണോ അതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ഏരിയ വെച്ചിട്ടാണ് നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയയും വോളിയവും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഇതിൽ ഇറ്റ്സ് എ സ്ക്വയർ. നമുക്കറിയാം ക്യൂബ് എന്ന് പറയുന്നത് അതിന്റെ 6 ഫേസസും ഒരേ സ്ക്വയറുകൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു രൂപമാണ്. എന്തെന്ന് വിളിക്കുക?
ക്യൂബ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ അതിന്റെ പെരിമീറ്റർ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് കാണേണ്ടത്. അതുകൊണ്ട് 4a 4 × 1 സൈഡ്. അപ്പൊ 4 × 1 സൈഡ് എന്ന് പറയുന്നത് 8 ആയിരുന്നു. 4 × 8 32 കിട്ടി. എന്നിട്ടാണ് നമ്മൾ LSA കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇനി കാണേണ്ടത് വോളിയം ഓഫ് ദിസ് ക്യൂബ് ആണ്. ഈ ക്യൂബിന്റെ വോളിയം ആണ് കാണേണ്ടത്. വ്യാപ്തം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയണം അതിന്റെ ബേസ് ഏരിയ എന്താണെന്ന്. ഈ ബേസ് എന്തിന്റെ ഷേപ്പ് ആണെന്ന് പറഞ്ഞ സ്ക്വയർ. അപ്പൊ നമ്മൾ കാണേണ്ടത് ഏരിയ ഓഫ് സ്ക്വയർ ആണ്. സമചതുരത്തിന്റെ പരപ്പളവ് കാണണം. സമചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട്. a², സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ a × a, വശം ഇൻറ്റു വശം. ഇവിടെ a² എഴുതാൻ കാരണം a ആണ് ഞാനൊരു സൈഡ് എടുത്തേക്കണം. അപ്പൊ സൈഡ് ഇൻറ്റു സൈഡ് a × a² ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ബേസ് ഏരിയ എന്നുള്ളടത്ത് വേണമെങ്കിൽ a² എന്ന് കൊടുക്കാം. ഇൻറ്റു ഹൈറ്റിന് h എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ a²h ആണ് നമ്മുടെ ക്യൂബിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ a² എന്ന് പറയുമ്പോൾ a എത്രയാണ് നമുക്കറിയാം? 8 ആണല്ലോ. 8a². ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തു വെക്കാം. 8a², ദാറ്റ് ഈസ് 8ന്റെ സ്ക്വയർ 64 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. പരപ്പളവാണ്, ഏരിയ ആണ്. അതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയറിന്റെ യൂണിറ്റ് അവിടെ ഇടണം. അപ്പൊ 64 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. 8a² × 8. h തന്നെയാ, എച്ചും അവിടെ ഹൈറ്റ് നമുക്കറിയാം 8 തന്നെയാണ്. അതുകൊണ്ട് അവിടെ മാറ്റമില്ലാത്തതുകൊണ്ട് 8 തന്നെ. അപ്പൊ നമുക്ക് കിട്ടിയത് 64 × 8 മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കേണ്ടത്. 64 × 8, 8 × 4 32, ബാലൻസ് ഒരു 3 ഉണ്ട്. 8 × 6 6 48, 3 51 സെന്റിമീറ്റർ സ്ക്വയർ ഇടണോ ക്യൂബ് ഇടണോ? ആലോചിച്ച് പറയാ. വോളിയമാണ്. വോളിയത്തിന്റെ യൂണിറ്റ് എപ്പോഴും ക്യൂബ് ആണ്. മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ 512 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വോളിയം ഓഫ് ദ ക്യൂബ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുക, തന്നിരിക്കുന്ന സോളിഡിന്റെ ഷേപ്പ്, ആ ഷേപ്പ് അനുസരിച്ച് അതിന്റെ ബേസിന്റെ ഷേപ്പ് എന്താണ്? ബേസിന്റെ ഷേപ്പ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ LSA വക്രതല പരപ്പളവും അതുപോലെ തന്നെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ആ ബേസിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് LSA കാണാനും വോളിയം കാണാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഷേപ്പ് ഓഫ് ദാറ്റ് ബേസ് മനസ്സിലാക്കി അതിന്റെ എന്താ പറയുക പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ കൊടുക്കുക, അത് ചെയ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് LSA കിട്ടുന്നു. അതുപോലെ തന്നെ ആ ബേസ് അതിന്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ബേസ് ഏരിയ കാണുക, ആ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ ഹൈറ്റ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സോളിഡ് കിട്ടുന്നു. ഇപ്പൊ നമ്മൾ ക്യൂബിന്റെ ആണ് ഇത് ചെയ്തത്. നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പ് നമുക്ക് മാറ്റി ഇവിടെ ക്യൂബോയിഡ് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ വരും എന്ന് നോക്കാം. ഈ രണ്ട് സംഭവം LSA ആൻഡ് വോളിയം ഓഫ് എ ക്യൂബോയിഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ക്യൂബോയിഡ് ആണ്. വരച്ചത് ശ്രദ്ധിച്ചിരുന്നല്ലോ. എങ്ങനെയാണ് ഒരു ക്യൂബോയിഡ് ഇരിക്കുന്നത്? ഒരു എന്താ പറയാ, ദീർഘചതുരം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. റെക്ടാങ്കിൾസ് ഫേസ് ആയിട്ട് വരുന്ന അല്ലെ, ഒരു ജോഡി അപ്പുറം ഇപ്പുറയും റെക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന ഫേസസ് ഉണ്ടായിരിക്കും. ഈ ഒരു രീതിയിലുള്ളതാണ് നമുക്കറിയാം ക്യൂബോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂബോയിഡിന്റെ പ്രത്യേകത നമുക്കറിയാം. എല്ലാ സൈഡും നേരത്തെ പറഞ്ഞ പോലെ ക്യൂബിന്റെ പോലെ എല്ലാ എഡ്ജസും ഈക്വൽ അല്ല, ഡിഫറെന്റ് എഡ്ജസ് ആണ്. അപ്പൊ നമ്മൾ അതിന് പേര് കൊടുത്തിട്ടുണ്ട് L, നീളം അല്ലെ. അടിയിലത്തെ ആ ബേസിന്റെ ഷേപ്പ് ഒന്ന് നോക്കുക. ഇറ്റ് ഈസ് എ റെക്ടാങ്കിൾ. അതൊരു റെക്ടാങ്കിൾ ഷേപ്പാണ്. അപ്പൊ L കിട്ടും. അതുപോലെ തന്നെ ഇത് അതിന്റെ വീതി, അതിനെ നമ്മൾ B എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. LB. L രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ B രണ്ട് ഓപ്പോസിറ്റ്. അപ്പൊ താഴെ ഇരിക്കുന്ന നമ്മൾ ആ പെട്ടി താഴേക്ക് വെക്കുമ്പോൾ ആ വെക്കാൻ ഉപയോഗിക്കുന്ന സ്പേസിൽ ഉണ്ടാകുന്ന ഒരു ഷേപ്പ് റെക്ടാങ്കിൾ ഷേപ്പാണ്. ദാറ്റ് മീൻസ് ഇവിടെ ക്യൂബോയിഡ് എന്ന് പറയുന്ന രൂപത്തിന്റെ, ക്യൂബോയിഡ് എന്ന് പറയുന്ന ചതുരസ്തംഭത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു ചതുരത്തിന്റെ ഷേപ്പാണ്. ചതുരത്തിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലും ബിയും വ്യത്യസ്തമാണ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പൊ എല്ലും ബിയും കിട്ടി. അപ്പൊ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള പ്രോബ്ലത്തിൽ LSA കാണണമെങ്കിലും വോളിയം കാണണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. ഏതിന്റെയാണ്? ചതുരത്തിന്റെ ചുറ്റളവ് കാണണം, ചതുരത്തിന്റെ പരപ്പളവും കാണണം. എന്നിട്ടാണ് നമുക്ക് LSAയും വോളിയം കാണാൻ പറ്റുള്ളൂ. ഇനി ഇതാണ് നമ്മളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത് ഹൈറ്റ് ആണ്. അപ്പൊ നമുക്കിനി ഒന്ന് തുടങ്ങി ചെയ്യാം. ഇതിന്റെ ലെങ്ത് നിങ്ങൾ ഒരു 12 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, ബ്രെഡ്ത്ത് ഒരു 7 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനിവിടെ അളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. LSA വക്രതല പരപ്പളവ്, വക്രതല പരപ്പളവ് ഓർ പാർശ്വതല പരപ്പളവ്. പാർശ്വം മാത്രമൊക്കെ എഴുതണുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട്
ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പെരിമീറ്റർ പാദ ചുറ്റളവ്. അപ്പോൾ ഓർക്കുക, ഇവിടെ ക്യൂബോയിഡിൻ്റെത് ഒരു പാദം എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്, ചതുരത്തിന്റെ ഷേപ്പാണ്, ചതുരത്തിന്റെ ചുറ്റളവാണ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് ചതുരത്തിന്റെ ചുറ്റളവ് അറിയണം അല്ലെ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ, റെക്റ്റാങ്കിൾ ഒക്കെ എഴുതുന്നതിന് പകരം ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് ഒരു റെക്റ്റാങ്കിളിന്റെ ഷേപ്പ്. അപ്പൊ നമുക്ക് വേണ്ടത് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ആണ്, കാരണം ബേസ് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അപ്പൊ നമുക്ക് ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. ചതുരമായതുകൊണ്ട് ചതുരച്ചിരി നീട്ടി വരയ്ക്കണം. ചതുരത്തിന്റെ ചുറ്റളവ്, ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ 2 × L + B ആണ്. 2 × L + B, 2 × നീളം പ്ലസ് വീതി. 2 × നീളം പ്ലസ് വീതി നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. 2 അവിടെ ബ്രാക്കറ്റിന്റെ പുറത്ത് എഴുതാം. നീളം പ്ലസ് വീതി, നീളം എത്രയാണെന്നത് L 12 ആണ്, B വീതി എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 12 + 7 നമുക്ക് ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതാം. എന്നിട്ട് അത് സോൾവ് ചെയ്യാം. 2 × 12ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 19. 2 × 19 38 സെന്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടി? പെരിമീറ്റർ അല്ലെങ്കിൽ ഈ ചതുരത്തിന്റെ ചുറ്റളവ് കിട്ടി. ഇനി നമുക്ക് അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. ബേസ് പെരിമീറ്റർ നമുക്കറിയാം, അത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. അതാണ് കിട്ടിയിരിക്കുന്നത്. 2 × L + B വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് 38 ഇൻറ്റു ഹൈറ്റ് ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 38 × 5 38 × 5 8 × 5 40, ബാലൻസ് ഒരു 4 ഉണ്ട്. 5 3s are 15, 15 + 4 19 centimeter square is the LSA, lateral surface area of this cuboid. ഈ ചതുരസ്തംഭത്തിന്റെ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ പാർശ്വതല പരപ്പളവാണ് നമുക്ക് എന്ത് കിട്ടിയത്? 190 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ തന്നെ എന്ത് കണ്ടുപിടിക്കാം? വോളിയം, വ്യാപ്തം കണ്ടുപിടിക്കാം. വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഏരിയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ചതുരത്തിന്റെ, ചതുരം തന്നെ ആയിരിക്കണം വരയ്ക്കുമ്പോൾ, ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ ഇക്വേഷൻ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. നീളം ഉണ്ടല്ലോ ഇവിടെ 12, 12 × വീതി 7, 12 × 7 ഗുണിച്ചെഴുതാം. 2 7s are 14, balance 1 177 + 1 84 centimeter square is the area of rectangle. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ക്യൂബോയിഡിന്റെ ബേസ് എന്ന് പറയുന്നത്, താഴത്തെ പ്രതലം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു. റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ് ബേസ് ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ദ ഹൈറ്റ്. ഹൈറ്റ് ഇവിടെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഏതാണ് നേരത്തെ കണ്ടത്? ബേസ് പെരിമീറ്റർ ആണ്. രണ്ടും ഒന്നല്ല, രണ്ടും ഒന്നായിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകരുത്. ബേസ് പെരിമീറ്റർ ആണ് ആദ്യം ചെയ്തത് LSAക്ക് വേണ്ടിയിട്ട്. ബേസ് ഏരിയ ആണ് രണ്ടാമത് ചെയ്തത് നമ്മൾ വോളിയത്തിന് വേണ്ടി. അപ്പൊ 84 നമുക്ക് ബേസ് ഏരിയ കിട്ടി. ഇൻറ്റു ഹൈറ്റ് 5 ആണ്. ഗുണിക്കാം. 5 × 4 20, ബാലൻസ് 2 4 5 8s are 40 + 2 42 സെന്റിമീറ്റർ ക്യൂബ്. ക്യൂബ് ഇടണം, മറക്കരുത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ആൻസർ കിട്ടുന്നു 420 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഒരു സോളിഡ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്, 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് ആണ്, ഷേപ്സ് ആണ്. അതിന് ഇരിക്കാൻ അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാൻ ഒരു ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ഒരു സ്പേസ് വേണം. ഇത് ഈ രൂപങ്ങൾ പല രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ക്യൂബ്, ക്യൂബോയിഡ്, അല്ലെങ്കിൽ പ്രിസം രീതിയിലുമുണ്ട്, പിരമിഡ് രൂപത്തിലുള്ളതുണ്ട്, സിലിണ്ടർ, പിന്നെ സ്ഫിയർ, ആ രൂപത്തിലുള്ള എല്ലാ സോളിഡ്സും ഈ ഗണത്തിൽപ്പെടുന്നതാണ്. ഈ പറയുന്ന ഷേപ്പുകളെല്ലാം തന്നെ സോളിഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലാണ് വരിക. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ക്യൂബിന്റെയും ക്യൂബോയിഡിന്റെയും ലാറ്ററൽ സർഫസ് ഏരിയയും വോളിയവും കാണാനാണ്. ഇവ കാണണമെങ്കിൽ സോളിഡ്സിന്റെ വോളിയം അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനായിട്ട് ഏത് സോളിഡ്സ് ആയാലും അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റും, വോളിയം കാണാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റുമാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ സോളിഡ്സിന്റെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ. സോളിഡ് എന്തൊക്കെയാണ്, എന്താണ് സോളിഡിന്റെ പ്രത്യേകതകൾ. ഇനി ക്യൂബ്, ഓരോ ഷേപ്സ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഓർക്കുക അതിനെത്ര ഫേസസ് ഉണ്ട്, അതിനെത്ര ലാറ്ററൽ ഫേസസ് ഉണ്ട്, അതുപോലെ തന്നെ അടിയിലും മുകളിലുമായിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം എത്ര ഫേസസ് ഉണ്ട്, ടോട്ടൽ എത്ര ഫേസ് ഉണ്ട്, എത്ര എഡ്ജ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഓരോ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഷേപ്സ് വരച്ച് നോക്കി, അല്ലെങ്കിൽ ആ ഷേപ്സ് രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ട് നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഒപ്പം ഇന്ന് നമ്മൾ ചെയ്ത ഇക്വേഷൻസ്, പഠിച്ച ഇക്വേഷൻസും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചെയ്തതൊക്കെ മനസ്സിലാക്കി വെക്കാം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സോളിഡ്സിന്റെ കണ്ടിന്യൂഷനായിട്ട്. ബൈ.